ആഴിയിൻ ആഴങ്ങളിൽ ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും ജീവിതം സാഹസികത നിറഞ്ഞതാണ്. പ്രാർത്ഥനയോടെ കരയിൽ നിന്ന് കടലിലെത്തുമ്പോൾ നിരവധി പ്രതിസന്ധികളാണ് അവിടെ നേരിടേണ്ടി വരുന്നത്. ദൈവകൃപ കൊണ്ട് ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് കരയിലെത്തുന്ന ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ ഇത് രാജു ചിറയൻകീഴ് പഞ്ചായത്തിലെ താഴമ്പള്ളി സ്വദേശിയാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മത്സ്യബന്ധനത്തിനിറങ്ങിയ രാജു നിരവധി അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ബാല്യത്തിൽ തന്നെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് മത്സ്യത്തൊഴിലാളിയായ രാജു കടന്നുപോയിട്ടുള്ളത്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് രാജു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജു എന്നാണ്. എൻ്റെ ഈ ദേശത്തിൻ്റെ പേര് താഴമ്പള്ളി എന്നാണ്. എൻ്റെ 3ാം ക്ലാസ് മുതൽ ഞാൻ കടൽപ്പണിക്ക് പോയി തുടങ്ങിയതാണ്. അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 3 ആണുങ്ങളാണ്. എനിക്ക് എൻ്റെ മേളിൽ 2 ചേട്ടന്മാരുണ്ട്. ശരിക്കും എന്താ പറയുക, നമുക്ക് ജോലി ചെയ്തേ പറ്റുമോ എന്നുള്ളൊരു സാഹചര്യം നമ്മൾ ആ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ കടൽപ്പണി നമ്മളെ തൊഴിലായിട്ട് നമ്മൾ കൊണ്ടുനടക്കുമായിരുന്നു. അങ്ങനെ അന്ന് ജോലിക്ക് പോയാലേ നമ്മൾ ഉപജീവന മാർഗവും നടക്കത്തുള്ളായിരുന്നു. ഞാൻ പഠിച്ചത് ചിറയൻകീഴ് സ്കൂളിലാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം തന്നെ നമ്മളെ സഹപാഠികളൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ആഹാരം കഴിക്കുന്ന കാലഘട്ടങ്ങൾ ഉള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെപ്പോലുള്ള തീരദേശത്ത് നിന്ന് വരുന്ന കുറച്ച് ആൾക്കാർക്ക് ശരിക്കും എന്താ പറയുക, പട്ടിണി തന്നെയാണ്. 3-4 ദിവസമൊക്കെയാണ് ശരിക്കും നമ്മൾ കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് കിടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വയറിൽ നമ്മളെന്താ തോർത്ത് മുറുക്കി കെട്ടിയെന്ന് പറഞ്ഞ ഒരു കാലഘട്ടങ്ങളില്ലേ, ആ കാലഘട്ടം നമ്മൾ ഒരുപാട് ആഹാരത്തിന് വേണ്ടി നമ്മളെ വേദനിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ പ്രായം നോക്കാതെ, സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം നോക്കാതെ വിശപ്പിനുള്ള ആ ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കടലിൽ പോകുന്ന സമയത്ത് അറിയാം ഒരു 3ാം ക്ലാസ്സുകാരൻ എത്രത്തോളം ആരോഗ്യം കാണും. നിങ്ങൾക്ക് ഊഹിക്കാത്തതേ ഉള്ളൂ. നമുക്ക് ആ പറ്റുന്ന വെള്ളം കോരി കൊടുക്കലും അങ്ങനെ ചെറിയ വല പിടിച്ചു കൊടുക്കലും അങ്ങനെയൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷേ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഞങ്ങൾ ആ പണി ചെയ്യാൻ തയ്യാറായി. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർക്കെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് വരുന്തോറും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, അതായത് പ്രയാസങ്ങൾ, മെയിൻ ആഹാരത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ ജോലി ചെയ്യേണ്ട ഘട്ടത്തിലോട്ട് വന്നു. സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കടൽപ്പണിയോട് ലക്ഷ്യം കാണിച്ചു. അപ്പോൾ പിൽക്കാലം എന്താ പറയുക, നമ്മൾ ഇത്രയും കഷ്ടപ്പെടാൻ കാര്യം എന്തെന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. കാര്യം പല ആൾക്കാരും നല്ലപോലെ ജീവിക്കുന്ന കാലഘട്ടമുണ്ട്. നമ്മളിപ്പോഴും ഈ പ്രായത്തിൽ തന്നെ കടൽപ്പണി എടുക്കേണ്ടി വന്നു. നമ്മൾ അറിയാതെ നമ്മളെ വിളിക്കുമല്ലോ, നമ്മൾ പൊതുവേ നമ്മൾ ക്രിസ്ത്യൻസാണ്. അറിയാതെ ദൈവമേ എന്തുകൊണ്ട് നമുക്കിതെല്ലാം വരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. മൂന്നാം ക്ലാസ്സുകാരൻ ഫസ്റ്റ് കടലിൽ പോകുമ്പോൾ അവൻ്റെ മുന്നിലുള്ള കടൽ എന്തായാലും ഡേഞ്ചർ സിറ്റുവേഷനൊക്കെയാണ്. ശരിക്കും എന്താ പറയുക, നമുക്ക് ആ സമയത്ത് പേടിയല്ല ശരിക്കും വരുന്നത്. വിശപ്പിനുള്ള ആഹാരം, അത് എന്ത് ജോലി ചെയ്തിട്ടായാലും നമുക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ള മൈൻഡ് അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ കടലിൽ ഫസ്റ്റ് പോകുമ്പോൾ ശരിക്കും അറിയാം, ആദ്യമായിട്ട് കടലിൽ പോകുന്നവർക്ക് ഛർദിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. കാര്യം കടലിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കടുക്കൽ വെള്ളം എന്ന് നമ്മൾ ഈ ഏരിയ പറയും. ആ വെള്ളത്തിനൊരു നമ്മൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒരു സൈസ് സ്മെല്ലുണ്ടാവും. അപ്പോൾ നമുക്കൊന്നും അത് അന്ന് താങ്ങാൻ പറ്റുന്ന കണ്ടീഷനുള്ള എന്താ പറയുക കപ്പാസിറ്റിയുള്ള ശരീരങ്ങളൊന്നും അല്ല അന്ന്. അപ്പോൾ നമുക്ക് കൂടുതലും അത് ഛർദിലും ഇതായിട്ടൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നല്ലതുപോലെ. പിന്നെയാണ് ശരിക്കും നമ്മൾ ഈ ദൈവത്തെ അറിയാതെ വിളിക്കുമല്ലോ, ദൈവമേ എന്തുകൊണ്ട് നമുക്കിത് വന്നു. ആ വിളിയിലാണ് ശരിക്കും എന്താ പറയുക, നമ്മൾ ദൈവം വിളി കേൾക്കുന്ന പോലെ പിന്നെ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ജീവിതത്തിൽ വഴി തുറന്നു തന്ന ദൈവത്തെ കൂടുതൽ അടുക്കാൻ തീരുമാനിച്ചു. അടുക്കുന്നതിൽ കൂടുതൽ വചനം വായിക്കുവാനും ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചതിൻ്റെ ഫലമായി നമുക്ക് അതിൻ്റെ റിസൾട്ട് പിന്നെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അറിയാം. ക്രിസ്തീയ ജീവിതം എന്ന കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്ന സംഭവം നമ്മുടെ ലൈഫിലുണ്ടായിട്ടുണ്ട്.
അപ്പോൾ അത് അന്ന് നമുക്ക് പകർന്നു തന്ന ദൈവിക അനുഭവം, നമ്മുടെ അപ്പനമ്മമാർ നമുക്ക് പറഞ്ഞു തന്ന ദൈവിക അനുഭവം, അതൊരു ഭയങ്കര മുതൽക്കൂട്ടായിരുന്നു. കാര്യം ഈ ആഹാരം ഒന്നുമില്ലെങ്കിലും ക്രിസ്തുവിനെ, ദൈവത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് അതൊരു ഭയങ്കര എനർജിയായിരുന്നു. അത് നമുക്ക് കൂടുതൽ എന്താ പറയുക, ദൈവത്തോട് ഈ വിശപ്പ് തന്നത് എന്നെ ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ളൊരു അവസരം കിട്ടിയെന്നാണ് പിൻകാലം നമ്മൾ മനസ്സിലാക്കിയത്. അന്ന് മനസ്സിലായില്ല, അന്ന് ആ കാലത്ത് നമ്മൾ ദൈവത്തെ കുറ്റം പറയുമായിരുന്നു. പക്ഷേ പിന്നെയാണ് നമ്മളെ ദൈവം കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പിന്നുള്ള ലൈഫിലൊക്കെ നമ്മളത് കണ്ടുവന്നത്. ഞാൻ 7ൽ 8ൽ പഠിക്കുന്ന സമയത്താണ് ഒരു അപകടം ശരിക്കും കടലിൽ നിന്ന് സംഭവിച്ചത്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അന്ന് ദൈവത്തെ കണ്ടതെന്ന് തന്നെ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ പിടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴി നമ്മളന്ന് കട്ടത്തടി എന്ന് പറഞ്ഞ പഴയ ചാളത്തടി മരം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അത് തുഴഞ്ഞ് കര വരുന്ന സമയത്ത് നമുക്കറിയാം തിര ഭയങ്കര ആഞ്ഞടിക്കുന്ന കാലഘട്ടങ്ങളാണ്. അപ്പോൾ നമ്മളെ വല ഇതിൻ്റെ നടുവിലുണ്ടാവും, ഈ കട്ടത്തടിയുടെ നടുവിലുണ്ടാവും. പക്ഷേ ഈ തിരയ്ക്ക് നമ്മൾ സ്പീഡിൽ തുഴഞ്ഞ് വരുന്ന സമയത്ത് ശരിക്കും വലിയ തിരയിൽ ഈ സാധനം മറിയുന്ന സമയത്ത് ശരിക്കും നമ്മളെ ഈ വല നമ്മളെ മുതുവത്തായിപ്പോയി. നമ്മുടെ എന്താ സ്വന്തമായിട്ട് എഴുന്നേക്കാൻ പോയാലും പറ്റാത്ത രീതിയിൽ നമ്മുടെ പുറത്തിരിക്കുകയാണ്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ദൈവം കൈ പിടിച്ച് ഉയർത്തിയ ഒരു കാലഘട്ടം പോലെ എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രക്ഷിക്കാൻ ഒരു മാനുഷികമായി ആരും അവിടെ എത്താൻ പറ്റാത്ത സ്ഥലത്ത് എൻ്റെ ദൈവം എന്നെ താങ്ങി രക്ഷപ്പെടുത്തിയെന്നുള്ള എനിക്ക് പറയാനുള്ളത്. അതിനെപ്പറ്റി അത് ഓർക്കുമ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷമാണ്. കാര്യം ശരിക്കും പിന്നെ ആശ്ചര്യമായിട്ട് ദൈവത്തെ കണ്ടില്ലെങ്കിൽ പോലും അനുഭവം കൊണ്ട് ഒരുപാട് ദൈവത്തെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത് എന്നെ ഫസ്റ്റ് തുടങ്ങിയത് അതാണ്. ഞാൻ കടലിൽ താഴ്ന്നു പോകേണ്ട ഒരു കാലഘട്ടമായിരുന്നു അത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചത്. ക്രിസ്തീയ ലൈഫ് ജീവിതം എന്നൊക്കെ പറയണത് നമുക്കറിയാം. ഇപ്പോൾ ഈ ഏത് മതഗ്രന്ഥം എടുത്താലും നമുക്ക് എന്താ പറയുക, ക്രിസ്തു അതായത് ദൈവം എന്താണെന്ന് അറിയാൻ പറ്റുന്നൊരു ഗ്രന്ഥം എൻ്റെ അറിവിൽ ബൈബിൾ തന്നെയാണ്. കാരണം ഈ ബൈബിൾ എന്ന് പറഞ്ഞ സാധനം എൻ്റെ അറിവിൽ ഒരു മതഗ്രന്ഥവും അല്ല, ദൈവത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു പുസ്തകമാണ് മതഗ്രന്ഥം, ഈ പറഞ്ഞ ബൈബിൾ. കാര്യം മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവരും ദൈവത്തിലോട്ട് എത്താനുള്ള വഴി മാത്രമാണ് ഈ ബൈബിൾ. അത് കുഞ്ഞിലെ മുതലേ നമ്മുടെ പപ്പ പഠിപ്പിച്ചെന്നൊരു കാര്യമാണത്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ബൈബിൾ വായിക്കുന്ന ഒരു പരിപാടി ഞങ്ങളുടെ വീട്ടിൽ പപ്പ നമ്മളെ കൊണ്ട് വായിപ്പിക്കുമായിരുന്നു. അപ്പം അങ്ങനെ വായിപ്പിച്ച് ശരിക്കും നമ്മൾ അന്നൊരു രസത്തിന് വേണ്ടി വായിച്ചതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ അർത്ഥങ്ങൾ കുറേയൊക്കെ ദൈവം മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി നമ്മുടെ വീട്ടിലുണ്ട്. പട്ടിണിയാണെങ്കിലും പ്രാർത്ഥന ഞങ്ങൾ മുടക്കിയിട്ടില്ല. പിന്നെ എല്ലാ ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്. ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങളിൽ ഉള്ളതിന് ഈ പറയുന്ന പള്ളിയിലല്ല ശരിക്കും ഞങ്ങളധികം നേർച്ചിടുക. അത് പൈസയ്ക്ക് ആവശ്യമുള്ള പല ആൾക്കാരും നമ്മൾ ഈ സമൂഹത്തുണ്ടായിരുന്നു. കാര്യം നമ്മൾ ആ പട്ടിണി കിടന്ന് വന്നതുകൊണ്ട്, നമുക്ക് അതിൻ്റെ വിശപ്പിൻ്റെ വില അറിയാവുന്നതുകൊണ്ട്, ആ ക്രിസ്തീയ ലൈഫ് നയിക്കുന്നതുകൊണ്ടും നമുക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്ന ദിവസമായിട്ടും നമ്മൾ ഞായറാഴ്ച തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ക്രിസ്തീയ ജീവിതം വലിയ ഒരു വഴിത്തിരിവായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും പണ്ട് മുതലേ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹം തന്നെയാണ്. നമ്മളെ അപ്പനമ്മ മുതൽ നമ്മൾ പഠിപ്പിച്ചൊരു ശീലമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാത്തതും അതാണ്. ദൈവത്തിന് ശരിക്കും ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ട, പക്ഷെ അന്നത്തെ തലമുറയ്ക്ക് ഞങ്ങളെ കാലഘട്ടം ശരിക്കും ദൈവം ഉണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റൂ എന്നൊരു കാലഘട്ടമായിരുന്നു അന്ന്. ഇതിനിടയ്ക്ക് നമുക്ക് അറിയാം ഈ ജോലി തിരക്കും പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടും പിന്നെ നമ്മളെ വീട്ടിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയ സമയമാണ് നമുക്ക് ഈവനിങ്ങിലാണ് ശരിക്കും നമുക്ക്, അതായത് ഒരു രാത്രി 8 മണി 9 മണി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ബൈബിൾ വായിക്കാനായിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്താറുണ്ട്. കാര്യം ആ കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം കിട്ടും. കാര്യം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജന്മം പോരാ നമുക്ക് അത്രയും ഗ്രഹിച്ചെടുക്കാൻ. ദൈവത്തിൻ്റെ അത്രയും പവർഫുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് വായിക്കുന്നതോറും നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെയൊക്കെ ആ പ്രായം. അതുകൊണ്ട് കിട്ടുന്ന സമയം നമ്മൾ കൂടുതലും ഈ വഷളത്തരം ഒന്നും കാണിച്ച് നടക്കാതെ ആ സമയം ഞങ്ങൾ ബൈബിൾ വായിക്കാൻ കൂടുതലായിട്ട് ശ്രമിക്കുമായിരുന്നു. അതിന് ശ്രമിച്ചതിൻ്റെ ഫലമായി ദൈവത്തോട് കൂടുതൽ എടുക്കാനുള്ള അവസരവും ദൈവം ആ സമയത്ത് തന്നു. വന്ന സമയത്തൊക്കെ ഈ വന്ന പ്രശ്നങ്ങളൊക്കെ പിന്നെ ഞങ്ങൾക്ക്
ഒന്നും അല്ലാതായി തോന്നുന്നു. കാര്യം ദൈവത്തോട് കൂടുതൽ അടുത്തിരുന്നത് കൊണ്ട് ഈ വരുന്ന വേദനകളെല്ലാം നമുക്ക് സഹനശക്തി സഹിക്കാൻ ദൈവം അനുഗ്രഹം തന്നു. എൻ്റെ പപ്പയുടെ പേര് പീറ്റർ എന്നാണ്. നമുക്കറിയാം പത്രോസിൻ്റെ പേര് തന്നെയാണ് പീറ്റർ എന്നാണ്. പപ്പയ്ക്ക് ഇതേപോലെ കോഴിക്കോട് ഇതേപോലെ ബോട്ടിൽ ജോലിക്ക് പോകുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ശരിക്കും ബോട്ടെന്നൊന്നും പറയാനില്ല, ഇത് നമ്മൾ ഈ പറയുന്ന പോലെ തണ്ട് വലിച്ച് കരമടി എന്ന് പറയുന്ന സാധനം. പക്ഷേ എന്താ പറയുക, ഇതേപോലെ ഭയങ്കര കാറ്റും കോളുമൊക്കെ വന്നു. നമ്മുടെ തിരമാലയൊക്കെ നല്ല ആഞ്ഞടിക്കുന്ന സമയമാണ്. അതായത് ഇവരെ കൂട്ടത്തിൽ ഇവരെ അറിയുന്നില്ല ശരിക്കും കര ഇത്രയും കാറ്റും കോളും ഉണ്ടെന്ന് ശരിക്കും ഇവരെ അറിയുന്നില്ല. കാര്യം വള്ളം അടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാര്യം തിരമാലയൊക്കെ നോൺ സ്റ്റോപ്പായിട്ട് വന്നിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇവർക്ക് ഒരു കാരണവശാലും കര ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ വന്ന ആൾക്കാർക്കൊക്കെ ആ കടലിൽ പെട്ട് എല്ലാവരും മരണപ്പെട്ടെന്നാണ്. കാര്യം പപ്പയുടെ കൂടെ പോയ 7 വള്ളങ്ങളും അന്ന് നശിച്ച് അതിൽ ആൾക്കാരെല്ലാം മരിക്കുകയെല്ലാം ചെയ്തു. പക്ഷേ പപ്പയൊക്കെ ഈ മേറ്ററോ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അവർ വരണ സമയത്ത് തിര നല്ലതുണ്ട്, ആൾക്കാർ അവിടെ നിന്ന് കൈ കാണിക്കുന്നു വരല്ല എന്നുള്ള രീതി. പക്ഷേ ഇവർക്ക് അടുത്ത സ്റ്റെപ്പ് കടലിലും സ്റ്റേ ചെയ്യാൻ പറ്റില്ല, അത്ര ഡേഞ്ചറായിട്ട് കടൽ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരെന്തോ കുറച്ച് കരയായിട്ട് വന്നിട്ട് ഇവർ വരുന്ന സമയത്ത് കുറച്ച് ശാന്തം പോലെ തോന്നി. വന്നപ്പോൾ ആ രീതിക്ക് ഇവർ തണ്ട് വലിച്ച വരുന്ന സമയത്ത് ശരിക്കും വലിയൊരു തിരമാല. പപ്പയുടെ അനുഭവം പറഞ്ഞ് ഞങ്ങളന്ന് കാര്യം അത്ര ഡേഞ്ചർ സിറ്റുവേഷൻ. പപ്പ കരഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത്. അവർ അത്രയും ഇവർ കഷ്ടപ്പെട്ട് ഇങ്ങനെ വന്ന സമയത്ത് വലിയൊരു തിരമാല വരുമായിരുന്നു. ശരിക്കും ഇവരും തീരുമാനിച്ചു ഇവരും ആ തിരയിൽ പെട്ട് ഇവരും മരിക്കും. പക്ഷേ അതിന് ദൈവത്തെ ഇവർ അത്രയും ലാസ്റ്റ് വിളി, അതായത് മരണത്തിലോട്ട് പോകാൻ പോകുന്നു ആ സമയത്തുള്ളൊരു വിളിയുണ്ടല്ലോ, എൻ്റെ ദൈവമേ എന്നെ കാത്തോളണമെന്ന് പറഞ്ഞിട്ട് വള്ളത്തിനകത്ത് ഇവർ 3 പേരും കൂടെ കവന്ന് വള്ളത്തിനകത്ത് വീണ. രക്ഷപ്പെടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ നമ്മൾ വള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ തിര പോയി എന്നൊരു കാൽക്കുലേഷൻ കഴിയുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുമല്ലോ. ശരിക്കും ദൈവം വലിയൊരു അത്ഭുതം അവിടെ പ്രവർത്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരമാല 2ആയിട്ട് മാറിപ്പോകുന്നത് ഇവർ കണ്ടെന്ന് പറയുന്നത്. ആ വള്ളം കരയോട്ട് ഓടി വരുമ്പോൾ ആ തിരമാല 2ആയിട്ട് മുറിഞ്ഞു പോയതായിട്ട് ഇവർ കണ്ടെന്ന് പറയുന്നത്. ജീവിത അനുഭവം പപ്പയൊക്കെ പറയുമ്പോഴത്തേക്കും അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലിട്ട് നമുക്ക് കൂടുതലോട്ട് ദൈവത്തോട് വിശ്വാസം വരാൻ വേണ്ടി നമുക്ക് ജീവിതത്തിൽ ആദ്യം തന്ന പപ്പയുടെ ഒരു പാഠം അതാണ്. അതുകൊണ്ട് അന്ന് മുതൽ ഈ സമയം വരെ ക്രിസ്തീയ ജീവിതം കാലം മുഴുവൻ ക്രിസ്തുവിനെ മനസ്സിലാക്കി ജീവിക്കുന്ന പോലെ വേറെ സൗഭാഗ്യം വേറെ ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ മറ്റൊരു അനുഭവം എന്ന് പറയുന്നത്, നമുക്ക് അന്ന് GPS കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്താണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് എനിക്കാണെങ്കിൽ 10ാം ക്ലാസ്സാണ് തോന്നുന്നു. ആ പോണ സമയത്ത് ശരിക്കും നമ്മളെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കരയിൽ നിന്നാണല്ലോ തുഴഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ തുഴഞ്ഞു പോകുന്ന ആ രീതിക്ക് തന്നെയാണ് നമ്മൾ ഇത്ര നോട്ടിക്കൽ കഴിഞ്ഞിട്ട് ഒരു 10-20 നോട്ടിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് കരയിൽ നിന്ന് തുഴഞ്ഞു പോകുന്ന ആ ദിശ വെച്ച് തന്നെ നമ്മൾ വല നേരെ അങ്ങോട്ട് വല വിട്ട് പോകും. അപ്പം നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണ്, ഈ വല നിൽക്കുന്ന മറ്റേ എൻഡ് നമ്മുടെ കരയും ഈ മേളിൽ നിൽക്കുന്നത് പടിഞ്ഞാറ് സൈഡ് എന്നാണ് നമ്മളൊരു കാൽക്കുലേഷൻ. അതപ്പോൾ നമുക്കറിയാൻ പറ്റും. കാര്യം ഈ വല വലിച്ചു തരുന്ന മറ്റേ എൻഡ് നിൽക്കുന്ന കര സൈഡാണ്. പക്ഷേ ഞങ്ങൾ വല വിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ വള്ളത്തിനകത്ത് ഉറങ്ങുന്ന സമയത്താണ് ഒരു കാറ്റും കോളും പെട്ടെന്ന് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, കാറ്റും മഴക്കോളും വന്നു കഴിഞ്ഞാൽ നമുക്ക് കരയൊന്നും കാണാൻ പറ്റത്തില്ല. അത്ര ഡേഞ്ചർ സിറ്റുവേഷനായിട്ട് നമ്മൾ കാര്യം ഈ വല വലിച്ചെടുക്കാൻ ഞങ്ങൾ വല ചുരുട്ടി കൂട്ടി അത്രയും ഡേഞ്ചർ ഒഴുക്കുമായിരുന്നു. വല നമ്മൾ ശരിക്കും വലിച്ച് ചവറ് പോലെയാണ് ഞങ്ങളന്ന് വല വലിച്ച് കയറ്റി വെച്ചത്. കാര്യം നല്ല ഒഴുക്ക്, അടിയൊഴുക്ക് ഭയങ്കരമായിട്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ദിശ അറിയാൻ പറ്റുന്നില്ല. അന്ന് ഈ പറഞ്ഞ GPS കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സൂര്യനെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദിശ അറിയാൻ പറ്റും. അതുപോലും കാണാൻ പറ്റാത്ത മഴക്കോളായിരുന്നു. അപ്പോൾ നമുക്ക് എവിടെയാണ് ഈ കര തുഴയേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളൊരു ഉദ്ദേശം വെച്ച് തുഴഞ്ഞു പോയതും അന്ന് ഉള്ളിലോട്ടാണ് പോയത്. എന്താ പറയുക, പിറ്റേ ദിവസമാണ് ശരിക്കും ഞങ്ങൾ കര വരുന്നത്. ഈ പറയുന്ന പോലെ ഒഴുകി നമ്മൾ ഏതാണ്ട് ഇങ്ങെത്തി, നമ്മുടെ കന്യാകുമാരി സൈഡ് ഏതാണ്ടൊക്കെ എത്തി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ വേറെ ബോട്ടൊക്കെ തമിഴ്നാട്ടിലെ ബോട്ട് പോകുന്നതുകൊണ്ട് അവരാണ് ഞങ്ങളെ പിന്നെ രക്ഷപ്പെടുത്തി കരയോട്ട് കൊണ്ടുവരുന്നത്. ശരിക്കും ഞങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് വിളിക്കേണ്ട ഒരു സാഹചര്യം, അതായത് ഒരു കളങ്കമില്ലാതെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് വിളിക്കേണ്ട വന്ന സാഹചര്യങ്ങളൊക്കെ അതൊക്കെയാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ വിട്ടുള്ളൊരു ജീവിതം നമുക്ക് തീരെ പറ്റില്ല. കാര്യം ക്രിസ്തു നമ്മുടെ ലൈഫിലും സ്ഥിരം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും.
പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതാനുഭവം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മുറുകെ പിടിച്ചിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ എനിക്ക് നമ്മൾ ഈ കടലിലും അവിടെയൊക്കെ പണിയുന്ന സമയത്തായാലും നമുക്കൊരു മേളിൽ കൂടെ പ്ലെയിൻ പോകുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവമേ നമ്മൾ എന്ന് ഇതിനകത്ത് കയറാൻ പറ്റും എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ജീവിതം ഇതല്ലേ, മത്സ്യബന്ധനമായിട്ട് പോകുന്നത്, നമുക്കൊരിക്കലും നടക്കത്തില്ല. എന്താ പറയുക, പാസ്പോർട്ട് എടുക്കാനുള്ള മൈൻഡ് പോലും അന്നില്ല നമുക്ക്. പക്ഷേ പിൽക്കാലത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ദൈവത്തെ വിടാതെ പിടിച്ച് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്ത് പിൽക്കാലത്ത് ദൈവം വഴിയൊരുക്കിയത് ചെറിയ വഴികളൊന്നുമല്ല, പ്ലെയിനിൽ കയറാനുള്ള അവസരം ദൈവം തന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ ഞാൻ ഇന്നും കാണുന്നു. അവിടെ ചെന്നിട്ട് ശരിക്കും നമ്മൾ എന്താ പറയുക, നല്ല ജോബിൽ കിട്ടി. പിന്നെ നമുക്ക് പോകേണ്ട കാര്യം എന്താണ്, എനിക്ക് ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്ററിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ദൈവം അതിനൊക്കെ വഴിയറിയും. കാര്യം അവിടെ ചെന്നപ്പോഴത്തേക്കും റിഗ്ഗിൽ പോകാനുള്ള സാഹചര്യമൊക്കെ ദൈവം ഒഴുക്കി. റിഗ്ഗിൽ 5 വർഷം അവിടെ ജോലി ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്ററിൽ പോകാനുള്ള യാത്ര ചെയ്യാനുള്ളൊരു അവസരമൊക്കെ ദൈവം തന്നു. നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചോ, ദൈവത്തിന് മുമ്പിൽ എന്തൊക്കെ വെച്ച് പ്രാർത്ഥിച്ചോ, അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ദൈവം സാധ്യമാക്കി തന്നതാണ്. ഖത്തറിൽ 15 വർഷത്തോളം ഞാൻ നിന്നു. പക്ഷേ എങ്ങനെ നിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ ചെയ്ത കുലത്തൊഴിൽ അതിനോട് പ്രത്യേക ഒരു എന്താ പറയുക, പ്രത്യേക താല്പര്യം. നമുക്ക് എവിടെ പോയാലും ഈ ജോലി ചെയ്യുന്ന ഒരു സുഖം ഇനി ഏത് രാജ്യത്ത് പോലും നമുക്ക് കിട്ടത്തില്ല. ഈ ഫിഷിങ് പാരമ്പര്യമായിട്ട് നമുക്ക് തന്ന ഈ തൊഴിൽ ഇനി എത്ര ഡോളർ എത്ര കോടി ഉണ്ടെന്ന് പറഞ്ഞാലും കടലും വള്ളവും മീനും കണ്ടോ നമ്മളതെല്ലാം ഇതിൻ്റെ തൊട്ട് പറയാൻ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകും. കാര്യം അത്ര ഇഷ്ടമാണ് നമുക്ക് കടൽപ്പണിയോട്. കാര്യം എത്ര ചെയ്താലും നമ്മൾ മടുക്കാത്തൊരു ജോലിയാണ് നമ്മൾ കടൽ ഫിഷിങ്. അത് ഭയങ്കര ഇൻട്രസ്റ്റുമാണ്. ഇന്ന് അതൊരു ഹോബിയായിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ നമ്മളൊക്കെ അന്ന് വിശപ്പിന് വേണ്ടി തുടങ്ങി. പക്ഷേ ഇന്നും നമുക്കിപ്പോൾ അത്യാവശ്യം ജീവിക്കാൻ എന്തെങ്കിലും ഉണ്ടായിട്ട് പോലും നമുക്കിപ്പോഴും അത് കൊണ്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നേടിപ്പോകുന്നത്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഇപ്പോഴും മീൻപിടുത്തത്തിൽ കൂടെ തന്നെയാണ്. ഈ വിശപ്പാണല്ലോ നമ്മളെ പല കാര്യത്തിലും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. കാര്യം വിശപ്പ് താങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് കടന്നു പോയതാണ്. ഒരു 7-8 ദിവസം വരെ നമ്മൾ ഈ കഞ്ഞിയിലെ വെള്ളം കുടിച്ച് കിടന്ന ദിവസങ്ങളുണ്ട്. അതുപോലും കിട്ടാറുന്ന ദിവസമുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ആ സമയത്ത് ഉണ്ടായിരുന്ന നമുക്ക് പ്രാർത്ഥന ഞാൻ അറിയാമല്ലോ, അത് ശരിക്കും നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും അതിൻ്റെ റിസൾട്ട് ഇല്ലാത്ത പോലെ തോന്നി. പക്ഷേ 8ാമത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളിങ്ങനെ ഗൾഫിന് വന്നു. അങ്ങനെ നമ്മുടെ കാര്യങ്ങളെ കണ്ട് അയാൾ നമ്മളെ സഹായിക്കേണ്ട ഒരു സാഹചര്യം നമ്മളെ മുന്നിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ നമ്മൾ ദൈവത്തെ അങ്ങ് വിട്ട് കളഞ്ഞില്ല. പക്ഷേ എന്നാലും നമുക്കൊരു പരിഭവം ഉണ്ടാവുമല്ലോ, ഇത്രയും നമ്മൾ കഷ്ടത അനുഭവിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത്. പക്ഷേ ഇതെല്ലാം നമ്മളന്ന് പ്രാർത്ഥിച്ചിട്ടെങ്കിൽ ഇന്ന് ദൈവം സഹായിച്ചത് എനിക്ക് നമ്മൾ പുറത്ത് പോയപ്പോൾ അതിൽ നിന്ന് കുറച്ച് വരുമാനം ഉണ്ടാക്കിയിട്ട് നമുക്കിന്നൊരു മിശിക ബോട്ട്, അതായത് ലൈലൻഡ് ബോട്ട് എന്ന് ഇവിടെ പറയും, റിങ്സ് വല ചെയ്യുന്ന സാധനം, റിങ്സ് വല ഉപയോഗിക്കുന്ന വെള്ളമാണ്. അപ്പോൾ അത് എടുക്കാനും അതിൽ ഷെയർ ഇടാനൊക്കെ നമ്മൾ കുറച്ച് പേര് കൂടി ചേർന്നിട്ട് ഷെയർ ഇടാനൊക്കെ അങ്ങനെ ഒരു ദൈവം വഴിയൊരുക്കി ഇന്ന് മിശിക വള്ളത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, എല്ലാം കൊണ്ട് ദൈവം നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ഒരു ദൈവത്തെ വിളിക്കാൻ പറ്റിയതുകൊണ്ടാണ് ഇതെല്ലാം നടന്നത് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഫസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് കട്ടത്തടി മരത്തിലാണ്. കട്ടത്തടി മരത്തിൽ 3ാം ക്ലാസ് സമയത്ത് നമ്മൾ കൂടെ ഇരുന്ന് പോകത്തില്ല. അന്ന് തുഴയാൾ ആരോഗ്യം പോലും ഇല്ല. ആ പോണ സമയത്തൊക്കെ നമുക്ക് തുഴയാൾ ആരോഗ്യം പോലും അന്ന് കട്ടത്തടിയിൽ നിന്ന് ഇന്ന് ദൈവം ഒരു മിശിക ബോട്ട് അത് മേടിക്കാനുള്ള ദൈവം എന്നെ കൊണ്ടുവന്ന വഴികൾ ചെറുതൊന്നുമല്ല. അത് ദൈവത്തെ മുറുകെ പിടിച്ചത് കൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന ഒരുപാട് കേൾക്കുന്നുണ്ടായിരുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലി നമ്മുടെ റൂമിൽ മണിക്കൂറുകളാണ് ഞാനിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേ പലരും ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാ ഇത്ര മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? വീട്ടുകാർ തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥനയുടെ പവർ എന്താണെന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. അതിന് പകരമായാണ് ദൈവം, ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എനിക്ക് ഒരു മിശിക വള്ളം പോലും മേടിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നത്. അതിൽ ജോലി ചെയ്ത് ദൈവം സഹായിച്ച് നല്ല രീതിക്ക് ഇന്ന് ജീവിച്ച് പോകാൻ പറ്റുന്നുണ്ട്. എൻ്റെ പള്ളി ഈ താഴമ്പള്ളി പള്ളി ശരിക്കും സ്ഥിതി ചെയ്യുന്ന തൊട്ടക്കരത്തെ കരയിലാണ്. അത് കൊച്ചുനാൾ മുതലേ ഈ പറയുന്ന പോലെ കടൽപ്പണി പോകുന്നതിന് മുന്നേ മസ്റ്റായിട്ട് നമ്മൾ നിത്യപൂജയ്ക്ക് പോകുമായിരുന്നു. നിത്യപൂജയ്ക്ക് പോകുന്ന സമയത്ത് തന്നെ ഞാൻ ഓൾട്ടർ ബോയ് ആയിട്ട് അവിടെ സേവനം, അച്ഛൻ്റെ കൂടെ എല്ലാ ഹെൽപ്പിനും ഞാൻ അവിടെ ഉണ്ടാവും. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു കാപ്പിയാർ പോലെ ആ പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മുൻപന്തിയിലുണ്ടായിരുന്നു ആ കാലഘട്ടം. പക്ഷേ അങ്ങനെയൊക്കെ നിന്നത് കൊണ്ടാവാം കൂടുതലും ദൈവത്തോട് അടുക്കാൻ പറ്റിയത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ദേശത്ത് ഇന്നതുവരെ നമ്മൾ ദൈവത്തിന് വിരോധമായി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയോ
അത് ദൈവസാന്നിധ്യം അറിഞ്ഞതുകൊണ്ടാവാം. ദൈവത്തോട് കൂടുതൽ എടുക്കാനും നമ്മളെ ഈ പള്ളിയിൽ കിട്ടിയ ഉപദേശങ്ങൾ വലുതാണ്. കൊച്ചുനാൾ മുതലേ നമുക്ക് കിട്ടിയ ഉപദേശങ്ങൾ വലുതാണ്. അത് ദൈവവചനം തന്നെയാണ് കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതും. ദൈവവചനത്തിൻ്റെ ആ ഒരു പവർ അത് ശരിക്കും നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് കൊച്ചുനാൾ മുതലേ നമുക്ക് കിട്ടിയേണ്ടതാണെന്ന് ശരിക്കും ഒരുപക്ഷെ തോന്നുന്നു നമ്മൾ ദൈവത്തോട് അടുത്ത് ജീവിക്കാൻ പറ്റിയത്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തിരിച്ച് വരും എന്നതിൽ യാതൊരു ഉറപ്പുമില്ലാത്തൊരു ഫീൽഡാണ് നമ്മൾ കടൽ ജോലി ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്? നമുക്ക് ഒരു ഉറപ്പെന്ന് പറഞ്ഞത് നമ്മൾ വിളിക്കുന്ന ദൈവം 100% ഞങ്ങൾക്ക് ഒരു അപകടവും ആപത്തും കൂടാതെ എൻ്റെ ജീവിതാനുഭവത്തിൽ വന്ന പല കാരണങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ധൈര്യം കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ധൈര്യം തന്നെയാണ്. കാര്യം നമ്മൾ പോകുന്ന പടകിൽ എൻ്റെ ക്രിസ്തു ഉണ്ട് എന്നൊരു വിശ്വാസം 100% നമ്മളെ വള്ളത്തിനകത്ത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ആ ഒരു അത്യാവശ്യം എല്ലാവരും ദൈവവിശ്വാസം, കാര്യം ഇവർക്ക് കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടെന്ന്. പക്ഷേ എങ്കിലും അവരറിഞ്ഞ ദൈവത്തെ നല്ലതുപോലെ പ്രാർത്ഥിക്കുകയും ജോലിക്ക് പോകുന്നതിന് മുന്നേ ആയാലും വലയൊക്കെ എടുത്ത് വള്ളത്തിൽ വയ്ക്കുമ്പോഴായാലും നല്ല പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇതെല്ലാം ചെയ്യുന്നത്. കടലിൽ നിങ്ങൾക്കറിയാം ഡേഞ്ചറാണ് ആ സമയത്തൊക്കെ കടലിൽ വരുന്നത്. പക്ഷേ വിശ്വാസം നമ്മളെ കടലിനെയും എല്ലാവരും ശാന്തമാക്കിയ ക്രിസ്തുവിനെ ഫോളോ അപ്പ് ചെയ്ത് മാത്രം ഞങ്ങൾ പോകുന്നതാണ്. ഒരു ഗ്യാരണ്ടി ഇല്ല കടലിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന്. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പെന്നുള്ളത് ക്രിസ്തുവിനെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നും ധൈര്യമായി കടലിൽ പോകുന്നത്. കാൽക്കരങ്ങൾ ആണിമേൽ തൂങ്ങയാൽ വേദനയാൽ പൊന്മേനി പിടഞ്ഞു. കാൽക്കരങ്ങൾ ആണിമേൽ തൂങ്ങയാൽ വേദനയാൽ പൊന്മേനി പിടഞ്ഞു. പരിഭവമോ കാട്ടാതെ ദേവൻ നിലവിളിച്ചു നിന്റെ രക്ഷയ്ക്കായി. പരിഭവമോ കാട്ടാതെ ദേവൻ നിലവിളിച്ചു നിന്റെ രക്ഷയ്ക്കായി.